പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 27 ഹോളി സ്പിരിറ്റ് നമ്മളോട് ഇങ്ങനെ പറയുന്നു: ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ പരാജയപ്പെടും. മനുഷ്യനിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെടും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ആശ്രയം എവിടെയാ? മാതാപിതാക്കളിലാണോ? ജീവിത പങ്കാളിയിലാണോ? സഹോദരങ്ങളാണോ? അതോ അത്യാവശ്യമുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ സ്നേഹിതനിലാണോ? ആ സഹായം, ആ ആശ്രയം വിജയിക്കത്തില്ല, നിലനിൽക്കത്തില്ല. കർത്താവിലൊന്ന് ആശ്രയം വെച്ചേ. മനുഷ്യൻ്റെ മുഖത്ത് നിന്ന് നിങ്ങളുടെ കണ്ണൊന്ന് മാറ്റിക്കേ. മനുഷ്യൻ മാറും, അവരുടെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത കർത്താവായ യേശുവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ സാധ്യമാക്കി തരും. അവിടുന്ന് ഒരു നാളും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് ഒരു തീരുമാനം അങ്ങെടുക്കുക. മനുഷ്യരിൽ ആശ്രയം വെക്കത്തില്ല. അത് ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും അവർ മാറിപ്പോകും, മുഖം കറുക്കുവാനിടയാകും. ഒരാളോട് ചില പ്രാവശ്യങ്ങളിൽ അധികമായി നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കുവാൻ സാധിക്കത്തില്ലല്ലോ. 1, 2, 3 പ്രാവശ്യം സഹായിച്ചേക്കാം, അല്ലേ? അത് കഴിഞ്ഞ് അവരുടെ വിധം മാറും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കർത്താവിൽ ആശ്രയിക്കുക. ഒരു പ്രാവശ്യം പോലും മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കണ്ട. അതിനാ ദൈവം ഇപ്രകാരമുള്ള ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത്. കർത്താവിന് ഇഷ്ടമാണ് നിങ്ങൾ അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത്. അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ആരോരും സഹായമില്ലാതെ മാനസികമായി തകർന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഹോളി സ്പിരിറ്റിൽ ആശ്രയിച്ച് പറയട്ടെ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പറയട്ടെ. മനുഷ്യരൊക്കെ മാറിപ്പോയേക്കാം, അവരുടെ വാക്കുകളൊക്കെ ഫെയിലായേക്കാം. പക്ഷെ ഒരിക്കലും മാറ്റമില്ലാത്ത കർത്താവ് തൻ്റെ കരം നീട്ടിയാൽ അവിടെ പരിധികളില്ലാതെ നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. അവിടുത്തെ കരം ആർക്കും തടുക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വലിയ ആവശ്യങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പ് അങ്ങയുടെ കരം നീട്ടണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചില വിഷയങ്ങളുടെ മേൽ ചലനമുണ്ടാകട്ടെ. പ്രത്യേകാൽ അഡ്മിഷൻസിനായി ഭാരപ്പെടുന്ന ചിലർ എന്നെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. അവർക്കായി അങ്ങ് വാതിൽ തുറക്കണേ. മാനുഷികമായി അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് അങ്ങയുടെ ആ പ്രവൃത്തി ഈ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ചില ഹൃദയങ്ങളോട് അങ്ങ് സംസാരിക്കും. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോളി സ്പിരിറ്റ് എനിക്കൊരു നിയോഗം തന്നു. അഡ്മിഷൻസിനായി ഭാരപ്പെടുന്ന ചിലരുടെ മേൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കും. മാനുഷികമായി നിങ്ങൾക്കായി റെക്കമെൻഡ് ചെയ്യുവാൻ, നിങ്ങൾക്കായി ഫീസ് കൊടുക്കുവാൻ ആരുമില്ലായിരിക്കാം. നിങ്ങളുടെ കരം ശൂന്യമായിരിക്കാം. കർത്താവിൻ്റെ കരം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയം വയ്ക്കേണ്ട. രഥങ്ങളിലും കുതിരകളിലും ഒന്നും ആശ്രയം വയ്ക്കേണ്ട. കർത്താവിൻ്റെ കരം നിങ്ങൾക്കായി വീര്യം പ്രവർത്തിക്കും. ബ്ലെസ് യു.